ഹായ് ഗായ്സ്, ഋഷഭ. ഇപ്പോൾ രാവിലെ 9:30-ക്കുള്ള ഷോ ആണ് കണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു സിനിമ കണ്ടേക്കാന്ന് വിചാരിച്ച അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും ഈ വർഷവും പതിവ് തെറ്റിച്ചിട്ടില്ല. പ്രതീക്ഷ തെറ്റിക്കാതെ, പതിവ് തെറ്റിക്കാതെ ഈ വർഷവും നമ്മുടെ ലാലേട്ടൻ പതിവ് പോലെ തന്നെ ഡിസംബറിലെ ബോംബിട്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്, ഒരു ടിപ്പിക്കൽ തെലുങ്ക് ഡബ് സീരിയലൊക്കെ നമ്മൾ കാണില്ല, തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദി ഡബ് ചിലപ്പോൾ സീരിയലൊക്കെ വരുന്ന പോലെ ആ ഒരു ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാവുള്ളൂ. കാരണം ഗ്രാഫിക്സ് ഒക്കെ അത്രത്തോളം മോശമാണെന്ന് തന്നെ നമുക്ക് തുടക്കത്തിലേ മനസ്സിലാവും. കഥ പറയുമ്പോൾ ഇത് 2 ജന്മത്തിന്റെ കഥയാണ്. വിജയേന്ദ്ര ഋഷഭ എന്ന് പറയുന്ന ഒരു രാജാവും അദ്ദേഹത്തിന്റെ പുനർജന്മമായിട്ടുള്ള ആദിദേവവർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയും, ഈ 2 ജന്മങ്ങളുടെ കഥയാണ്. അപ്പം വിജയേന്ദ്ര ഋഷഭ എന്ന് പറയുന്ന ആളുടെ മകനായിട്ടുള്ള ജയേന്ദ്ര ഋഷഭ, അത് തന്നെ പുനർജന്മത്തിൽ വരുമ്പോൾ തേജവർമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡബിൾ റോളാണ്. അപ്പോൾ ലാലേട്ടന്റെ മകന്റെ റോള് ചെയ്തിരിക്കുന്ന സമർജിത് ലങ്കേഷ് എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ മറ്റ് ആക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ രാഗിണി ദ്വിവേദി ഈ സിനിമയിലുണ്ട്. അത് ലാലേട്ടന്റെ ഭാര്യയുടെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതായത് ഋഷഭ എന്ന് പറയുന്ന മഹാരാജാവിന്റെ ഭാര്യ രാജ്ഞിയായിട്ടുള്ള റോളാണ് ചെയ്യുന്നത്. പിന്നെ നയൻ സാരിക എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. അവരാണ് ഇതിനകത്ത് ഹീറോയിൻ ഒരു റോള് ചെയ്തിരിക്കുന്നത്. അതായത് ഈ തേജവർമ്മ എന്ന് പറയുന്ന സമർജിത് ലങ്കേഷിന്റെ ഓപ്പോസിറ്റ് ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശം എന്ന് പറയാൻ പറ്റാത്തൊരു സ്റ്റോറി, ഒരു പുനർജന്മത്തിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ ഇതിന്റെ മേക്കിംഗ് നല്ല ബോറായിട്ടുണ്ട്. ഡയറക്ഷൻ നമുക്ക് മോശമാണെന്ന് തന്നെ പറയണം. പിന്നെ ബാക്കി BGM കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തന്നെ പറയാം, വലിയൊരു കാര്യമായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടനായിട്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്ഷൻ മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെന്താണെന്നറിയില്ല, പുള്ളിക്ക് ഇങ്ങനൊരു സ്വഭാവമുള്ള എല്ലാ വർഷം ഡിസംബറിൽ ഇങ്ങനൊരു ബോംബിടുക. എനിക്ക് തോന്നുന്നത് ഒടിയൻ മുതലാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ ഈ പറയുന്നതല്ല, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ഒടിയൻ, അതൊരു ഡിസംബർ റിലീസായിരുന്നു. അത് വലിയൊരു ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം 2020 ഡിസംബറിലല്ല, ഇച്ചിരി അങ്ങോട്ട് നീങ്ങിപ്പോയി ജനുവരി തുടക്കത്തിൽ 2020 ബിഗ് ബ്രദർ റിലീസ് ചെയ്തു. അതും ഇപ്പോഴും ആൾക്കാരെടുത്ത് ട്രോളുന്ന വലിയൊരു ഫ്ലോപ്പാണ്. പിന്നെ 2021 ഡിസംബറിൽ മരക്കാർ, അറബിക്കടലിലെ സിംഹം, ഫാൻസിനൊക്കെ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. അതും വലിയൊരു ഫ്ലോപ്പായി മാറി. പിന്നെ 2024 ഞാൻ ബറോസ്, ആ സിനിമ അത് ഡിസാസ്റ്റർ ഫ്ലോപ്പ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. ഹോട്ട്സ്റ്റാറിൽ വന്നപ്പം ആദ്യം കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കി കാണാൻ പറ്റിയില്ല. പിന്നെ ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെ 2023 ഡിസംബറിൽ ഈ പറയുന്ന പോലെ ഡിസാസ്റ്റർ ഫ്ലോപ്പുകളൊന്നും തന്നിട്ടില്ല. പക്ഷേ ഒരു പൊടിക്ക് അങ്ങോട്ട് നീങ്ങി 2024 ജനുവരിയിലേക്ക് അത് മാറ്റി മലൈക്കോട്ടെ വാൽവിനിറക്കി. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണെങ്കിലും പക്ഷെ അതും വലിയൊരു ഫ്ലോപ്പായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിപ്പോൾ 2025 വീണ്ടും ഡിസംബറിൽ ഋഷഭ എന്ന് പറയുന്ന ഡിസാസ്റ്റർസ് ഫ്ലോപ്പ് ആകാൻ സാധ്യതയുള്ള സിനിമ ഇറക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തെലുങ്ക് മൂവി ആയതുകൊണ്ട് തന്നെ തെലുങ്ക് ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യം അനുസരിച്ചിരിക്കും ഇത് ഹിറ്റാവോ ഫ്ലോപ്പാവോ എന്നുള്ളത്. കേരളത്തിൽ ഇത് പക്ക ഫ്ലോപ്പാണ്. കാരണം കണ്ടിറങ്ങിയ തിയേറ്ററിലെ റെസ്പോൺസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഫാൻസ് അടക്കം വളരെ മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഏത് സമയത്താണ് ഇതിന് തലവെക്കാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫാൻസുകാർ വരെ ഇറങ്ങിപ്പോയത്. അപ്പം അങ്ങനൊരു സിനിമയാണ്. ഇതിനകത്ത് സ്ക്രീൻ സ്പേസ് കൂടുതൽ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സമർജിത് ലങ്കേഷ്, അയാൾക്കാണ് കുറച്ചുകൂടെ കൂടുതലൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസസ് എന്ന് തോന്നുന്നു. പക്ഷെ ലാലേട്ടനും ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ലാലേട്ടൻ ആണ് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും മമ്മൂക്കായ ട്രോളെന്നൊക്കെ പോലെ അനിയൻകുട്ടന്മാരെ വെച്ച് കളിക്കുന്നൊക്കെ പറഞ്ഞ ട്രോളുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. ആ രീതിയിലും ആക്ഷൻസും അങ്ങനെയുള്ള കുറച്ച് കൂടുതലൊരു യങ് ആയിട്ടുള്ള ആളെ നിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന പടമാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ തെലുങ്ക് ഓഡിയൻസ്, തെലുങ്ക് പടങ്ങളൊക്കെ നമുക്ക് കാണാം, എല്ലാം ഒരു ഡിവോഷണൽ ബേസ് കയറ്റിയിട്ട് സിനിമകൾ ഹിറ്റാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മിത്തോളജിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു ഡിവോഷണൽ ബേസിൽ വന്ന പടമാണ്. പക്ഷേ ഡിവോഷണൽ ബേസിൽ പടം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ കാന്താര എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കാന്താര 2. അപ്പോൾ അങ്ങനെ ഡിവോഷണൽ സിനിമകൾ തന്നെ നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ പടം ഹിറ്റാകാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രം ഡിവോഷണൽ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എങ്ങനെയോ തട്ടിക്കൂട്ടിയൊരു ആവറേജ് കഥ, തീരെ മോശമാണെന്ന് ഞാൻ പറയില്ല, ഒരു ആവറേജ് കഥ, മോശമായിട്ടുള്ള ഡയറക്ഷൻ, തിരക്കഥ അത്ര ശരിയല്ല, മൊത്തത്തിൽ അങ്ങനെ ഒരു അവിയല് പരുവത്തിലുള്ള ഒരു ചവറ് സിനിമ എന്ന് വേണം പറയാൻ. എന്തായാലും കയറിപ്പോയി എന്ന് ആലോചിച്ച് ഒരുവിധം തിയേറ്ററിൽ നിന്ന് കണ്ടു. പിന്നെന്താ പറയാ, നിങ്ങൾ പോയി തലവെക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഇങ്ങനെയൊക്കെയുള്ള കൾട്ടുകളൊക്കെ കണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. പക്ഷെ എന്നാലും എന്റർടൈൻമെന്റ് ഇപ്പൊ ഞാൻ തന്നെ ഭബ്ബയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് രീതിയിലുള്ള സിനിമ. പക്ഷെ എന്താണ്, നമുക്ക് തിയേറ്ററിൽ ആ ഒരു വൈബ് തരുന്നുണ്ട്, ആ എക്സ്പീരിയൻസ്, നമുക്കൊരു എന്റർടൈൻമെന്റ് തരുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അത് ആസ്വദിപ്പിക്കണം. നമുക്ക് ആ ഒരു എന്റർടൈൻമെന്റ് തരണം. ഒന്നെങ്കിൽ കഥ, അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ്, അല്ലെങ്കിൽ ആക്ഷൻ, അല്ലെങ്കിൽ കോമഡി, അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ആ സിനിമ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി ഏതെങ്കിലും ഒരു ഭാഗം മോശമാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ച് വളരെ മോശം കഥയും ലോജിക്കില്ലായ്മയും ഒക്കെ ആണെങ്കിലും എനിക്ക് തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്ന സിനിമയാണ് ബബ്ബ. അതുകൊണ്ട് തന്നെ ഞാൻ തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്
ആസ്വദിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് എനിക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരിക്കലും ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു രീതിയിലും കൊള്ളിക്കാൻ പറ്റാത്ത ഒരു സിനിമ. അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ കുതിരപ്പുറത്ത് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് തുടക്കത്തിൽ. ഇതുപോലെ മോശം ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2008 ഇതിനേക്കാളും നല്ല ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു യങ് ഏജ് കാണിക്കുന്നുണ്ട്. ഒരു 10, 25, 26 വയസ്സുള്ള ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടി സ്വന്തം ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ആക്കി ഇടുമല്ലോ, അതൊക്കെ ഇതിനേക്കാളും മച്ച് ബെറ്റർ ആണെന്ന് വേണം പറയാം. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ട് പോലും ഭയങ്കര ഷോക്കായിട്ടുള്ള നമ്മുടെ വിജയുടെ ഗോട്ടിനകത്തൊക്കെ കണ്ടില്ലേ, ആ ലെവലും പറയാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. കാരണം കണ്ണൊക്കെ ഒരു സൈഡിലോട്ട് പോകുന്നു, ചുണ്ട് വേറൊരു സൈഡിലോട്ട് പോകുന്നു. അത്രയും മോശമായിട്ടുള്ള ആണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണ്, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ചരിത്ര വേഷങ്ങളൊന്നും ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എന്നൊക്കെ ഈ ചരിത്ര വേഷം അല്ലെങ്കിൽ ഒരു രാജാവ് പോലുള്ള വേഷങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടോ, അതൊക്കെ വലിയ ഡിസാസ്ട്രസ് ഫ്ലോപ്പായിട്ടേ ഉള്ളൂ. എന്തോ അദ്ദേഹത്തിന് അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അത്ര ഒരു അക്സെപ്റ്റബിൾ ആയിട്ട് നമുക്ക് തന്നെ ഒരു കൺവിൻസ് ആകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളെല്ലാം നിങ്ങൾ നോക്കി, മിക്കതും ഒരു മുണ്ടും ഷർട്ടും ഇട്ട് നമ്മളിൽപ്പെട്ട ഒരാളുടെ ഒരു അപ്പിയറൻസ് ഉള്ള സിനിമകളാണ് കൂടുതലും ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രസന്റബിൾ ആയിട്ട് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. ഇപ്പം ആറാം തമ്പുരാനും നരസിംഹം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള തുടരും വരെ എടുത്താലും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളിലെല്ലാം ഈ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ആ ഒരു ഗെറ്റപ്പിലുള്ള സിനിമകളാണ് ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ ആണെങ്കിലും ഈ രാജാവ് പോലുള്ള ചരിത്ര വേഷങ്ങൾ അത്രത്തോളം സ്യൂട്ട് ആവാറില്ല. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ഋഷഭയ്ക്കകത്ത് ടൈറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആക്ടർ എന്നല്ല, കംപ്ലീറ്റ് സ്റ്റാർ എന്നാണ് ഇതിനകത്ത് ഇപ്പോൾ ടൈറ്റിൽ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് റിവ്യൂ കാണാതെ തന്നെ ഈ സിനിമ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ രാവിലെ എന്തായാലും ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. സർവ്വമായാണ് ഞാൻ കാണാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ എപ്പോഴും സിനിമ കാണുന്ന ഈ പാൻ സിനിമാസിൽ ഉച്ച കഴിഞ്ഞിട്ട് ഈ സർവ്വമായയുടെ ഷോ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് എനിക്ക് വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ഇതിന് തന്നെ പോവാം, എന്തായാലും ചുമ്മാ കണ്ടിരിക്കാം എന്ന് വിചാരിച്ചാണ് ഇതിന് പോയത്. അപ്പം സർവ്വമായ ഇനി എന്തായാലും ഇന്ന് പോകാൻ ചാൻസ് ഇല്ല. ഇതിനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അത് കഴിഞ്ഞ് പറ്റിയാൽ പോകും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും മിക്കവാറും അതിന് പോകുന്നത്. ആ സിനിമ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ മകൻ അഖിൽ സത്യനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അജു വർഗീസ്, നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു ഹിറ്റ് മേക്കിംഗ് കോംബോ ഒക്കെ വരുന്നുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എങ്ങനെയാവും അറിയില്ല. എന്തായാലും പോയി തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ ഇത് ഋഷഭ ടോട്ടൽ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ലോക പരാജയമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പതിവ് തെറ്റിക്കാത്ത നമ്മുടെ ലാലേട്ടൻ ഡിസംബറിൽ തരാറുള്ള പോലെ തന്നെ ഉള്ളൊരു സിനിമയാണ്.